ഡിവൈഎഫ്ഐ മതിലകം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം സെന്ററിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഹൈവേയിൽ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ജീവന് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുക, ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്ന പൈപ്പ് ലൈനുകൾ പുനഃസ്ഥാപിക്കുക എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. നിരവധി തവണ NH അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാതായതോടെയാണ് സമരവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നത്. മതിലകം സെന്ററിൽ സംഘടിപ്പിച്ച സൂചനാ സമരം ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്തിലെ ദേശീയപാതയോരത്തുള്ള മതിലകം ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള ദേശീയപാതയോരത്തുള്ള മുഴുവൻ അപകടകരമായ മരങ്ങളും വെട്ടിമാറ്റണം എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളുടെയും സർക്കാർ ജീവനക്കാരുടെയും സംയുക്ത യോഗം തീരുമാനിക്കുകയുണ്ടായി. ഈ അപകടകരമായ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഐക്യകണ്ഠേന പാസാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർക്കും സ്ഥലം MLAക്കും ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടപെടലുണ്ടായത്. എന്നാൽ അത്തരം സമീപനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റി സ്വീകരിച്ചു പോരുന്നത്. മേഖലാ പ്രസിഡന്റ് ബാദുഷ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അൽകേഷ്, മേഖലാ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്, ജില്ലാ കമ്മിറ്റി അംഗം റീമ കെ ഹമീദ്, CPM ലോക്കൽ സെക്രട്ടറി PH അമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും. ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? മൂത്രത്തിൽ പഴുപ്പ്, രക്തം, നീറ്റൽ, രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക്, ലൈംഗിക പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ, മൂത്രാശയക്കല്ല്, അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം. എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു. സൺഷൈൻ പോളിക്ലിനിക്, ആനവിഴുങ്ങി സെന്റർ, വലപ്പാട്. ഫോൺ 9539 112 999.